നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന വാട്സപ്പിനകത്ത് ഏറ്റവും മികച്ച ഒരു പുതിയ ഫീച്ചർ എത്തിയിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഏതാണെന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ഫീച്ചറുകൾ നമ്മളൊക്കെ അറിഞ്ഞു വെക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഞാനതിനു വേണ്ടി ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. നമുക്കറിയാൻ സാധിക്കും വാട്സപ്പിനകത്ത് നമുക്ക് സ്റ്റിക്കറുകൾ അയച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. സാധാരണ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും സ്റ്റിക്കറുകൾ വേണമെങ്കിൽ വളരെ ഈസിയായിട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ വാട്സപ്പ് ആരുടേതാണോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് സ്റ്റിക്കർ അയക്കേണ്ടതെങ്കിൽ അയാളുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് താഴെ ഇടതു ഭാഗത്ത് ഈ സ്റ്റിക്കറിൻ്റെ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഇടതു ഭാഗത്തുള്ള ഈ സ്റ്റിക്കർ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റിക്കറുകൾ വരും. നമ്മുടെ ഫോണിനകത്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിക്കറുകൾ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ മുകളിലായിട്ട് കാണാൻ സാധിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. വാട്സപ്പിലാണെങ്കിൽ സ്റ്റിക്കറുകളായിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സ്റ്റിക്കറാകുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ആ സെലക്ട് ചെയ്ത ഫോട്ടോയിൽ നിന്ന് ആവശ്യമുള്ള ഫോട്ടോ, ആ ഫോട്ടോയുടെ ഒറിജിനൽ ഇതാണ്. ഞാനത് സ്റ്റിക്കറാക്കിയപ്പോൾ അതിനകത്ത് ആ ഫോട്ടോക്കകത്തുള്ള സ്റ്റിക്കറായിട്ട് മാറി. അതിനുശേഷം ഇത് നമുക്ക് ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇവിടെ സ്റ്റിക്കറായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ നമുക്കിനി സ്റ്റിക്കറുകൾ മാത്രമല്ല ടെക്സ്റ്റ് മെസ്സേജുകളും ഇത്തരത്തിൽ സ്റ്റിക്കറായിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് സുഖമാണോ എന്നൊരാളോട് ടൈപ്പ് ചെയ്ത് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അയാളോട് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് സ്റ്റിക്കറാക്കി മാറ്റാൻ സാധിക്കും. അതിനൊരു സൗകര്യം നമ്മുടെ വാട്സപ്പിനകത്ത് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇടതു ഭാഗത്തുള്ള ഈ സ്റ്റിക്കർ ബട്ടൺ, ഇവിടെ കാണുന്ന ഈ സ്റ്റിക്കർ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ മൂന്നാമതായി കാണുന്ന ഏറ്റവും ആദ്യത്തിൽ കാണുന്ന ഈ സ്റ്റിക്കർ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിനകത്തുള്ള സ്റ്റിക്കറുകളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്കൊരു സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ സെർച്ച് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്താണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സുഖമാണോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ സുഖമാണോ എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സുഖമാണോ എന്നുള്ള സ്റ്റിക്കറുകൾ വന്ന് കാണാൻ സാധിക്കും. മുകളിലായിട്ട് നോക്കുക, സുഖമാണോ എന്നുള്ള 4 സ്റ്റിക്കറും താഴെ ഒരു സ്റ്റിക്കറും വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം സുഖമാണോ എന്ന് ആ ഒരു സ്റ്റിക്കറായിട്ട് ഇവിടെ സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്താണോ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് അത് സ്റ്റിക്കറാക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. സാധാരണ ടെക്സ്റ്റ് മെസ്സേജ് ആകുമ്പോൾ ആരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് സ്റ്റിക്കർ വേണമെങ്കിലും ടെക്സ്റ്റ് മെസ്സേജുകൾ സ്റ്റിക്കറായിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഫീച്ചറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.